Hi dear students, today we discuss 10th Physics Chapter 5, Refraction of Light. Let us assess and some extra questions. All of you watch the class in a full screen mode, it is more beneficial to you. Please keep your textbook and notebook with a pen. All of you are most welcome to our class. First question. A refractive index of different materials are given. Find out the medium through which light passes with maximum speed. ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ന്യൂവും വി എന്നുള്ളത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ളതിന് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ളത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് വാട്ടറിനാണ്, 1.33 ആണ്. അപ്പം വാട്ടറിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ഇവിടെ തന്നിരിക്കുന്നതായതുകൊണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് അനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ വാട്ടറിനായിരിക്കും. നമ്മുടെ ആൻസർ ഈസ് വാട്ടർ. Then second question, the nature of images formed by two lenses are given. An erect and magnified virtual image, an erect and diminished virtual image. What type of lens is used in each case? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് ബൈഹാർട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് നമുക്ക് കിട്ടുന്നത് കോൺവെക്സ് ലെൻസിനകത്താണ്. ഇറക്റ്റും മാഗ്നിഫൈഡുമായിട്ടുള്ള വെർച്വൽ ഇമേജ് നമുക്ക് കിട്ടുന്നത് കോൺവെക്സ് ലെൻസിനകത്താണ്. ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ് നമുക്ക് കിട്ടുന്നത് കോൺകേവ് ലെൻസിനകത്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് നമുക്ക് കിട്ടുന്നത് ഏതിനകത്താണ്? കോൺവെക്സ് ലെൻസിനകത്താണെന്നുള്ളത് നമുക്കറിയാം. Then second question, by using which type of lens will get an image having the same size as the object? What is the position of the object? നമുക്കറിയാം സെയിം സൈസ് കിട്ടുന്നത് കോൺവെക്സ് ലെൻസിനകത്താണ്. അതായത് ഒബ്ജക്റ്റ് അറ്റ് 2F, ഒബ്ജക്റ്റ് 2Fൽ വെക്കുമ്പോഴാണ് നമുക്ക് 2Fൽ തന്നെ ഇമേജ് കിട്ടുന്നത്. അത് കോൺവെക്സ് ലെൻസിനകത്താണ്. അപ്പം കോൺവെക്സ് ലെൻസ് എന്നുള്ളതാണ് നമ്മുടെ ലെൻസ് എന്നുള്ളതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വാട്ട് പൊസിഷൻ ചോദിക്കുമ്പോൾ അറ്റ് 2Fൽ വെക്കുമ്പോൾ 2Fൽ തന്നെ നമുക്ക് സെയിം സൈസിലുള്ള ഇമേജ് ലഭിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് MN റെപ്രസെൻറ്റ്സ് എ ലെൻസ്. MN എന്ന് പറയുന്നത് ഒരു ലെൻസാണ്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻസിഡൻറ്റ് റേ വരുന്ന റേ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഇൻസിഡൻറ്റ് റേ അത് കൂട്ടിമുട്ടുന്നത് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അങ്ങനെ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നത് കൺവേർജിങ് ലെൻസാണ്. കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്? ഈ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു റേ ഡയഗ്രം വരച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. നമുക്കത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ നമുക്കത് ഒരു റേ ഡയഗ്രം കൂടെ വരച്ച് കഴിയുമ്പോൾ ബിയോണ്ട് 2Fലായിരിക്കും നമുക്കതിൻ്റെ ഇമേജ് കിട്ടുന്നത് ബിയോണ്ട് 2Fലായിരിക്കും. അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത് ബിയോണ്ട് 2Fലാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി നമ്മളൊരു ഇൻസിഡൻറ്റ് റേ ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് 2Fനും അപ്പുറത്താണത് കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ബിയോണ്ട് 2F ആണ്. റിയൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ആണ്. കോപ്പി ദ റേ ഡയഗ്രാംസ് ഇൻ ദ സയൻസ് ഡയറി ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. ഈ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടുള്ളതാണ്. നമ്മുടെ ലോ അനുസരിച്ച് നമുക്കറിയാം അടുത്തത് കടന്നു പോകേണ്ടത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടിയാണ്. ഇവിടെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോയിരിക്കുന്നു. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഇൻസിഡൻറ്റ് റേയുടെയൊക്കെ ആരോ മാർക്ക് കൊടുക്കണം എന്നുള്ളത് ഓർക്കുക. അവർ കൂട്ടുമുട്ടിയിരിക്കുന്നത് 2Fന് അപ്പുറത്താണ്. അപ്പം ബിയോണ്ട് 2F എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. റേ ഡയഗ്രാം ഇതുപോലെ വേണം വരയ്ക്കാനായിട്ട്.
Fourth question, what do you mean by power of a lens? Power of a lens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെന്ത്. ഫോക്കൽ ലെന്തിൻ്റെ റെസിപ്രോക്കലിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ്? ഡയോപ്റ്റർ ആണ് SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ്. D എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെന്ത് 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെന്തുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന F = 25 ആണ്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് അത് -25 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഡയോപ്റ്ററിൽ എപ്പോഴും പറയുന്നത് പവർ പറയുന്നത് മീറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -25/100 മീറ്റർ എന്നാണ് വന്നത്. പവർ കണ്ടുപിടിക്കാൻ വേണ്ടി 1/F ആണ്. 1/-25/100. അതിനെ നമുക്ക് എഴുതുമ്പം 1/A/B/C എന്നുള്ളതിന് പകരം C/B എന്ന് നമുക്ക് എഴുതാം. ആ ഇക്വേഷൻ അനുസരിച്ച് 1/-25/100 എന്നുള്ളതിന് പകരം -100/25 എന്ന് നമുക്ക് എഴുതാം. മൈനസ് കോമൺ ആണ്. 100/25 എന്ന് എഴുതാം. 100/25 എന്ന് എഴുതുമ്പോൾ 4 എന്ന് വന്നു. 4 ഡയോപ്റ്റർ ആണ്. മീറ്ററിലായതുകൊണ്ട് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ ആയതുകൊണ്ടാണ് അത് മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. -4 ഡയോപ്റ്റർ എന്ന ആൻസർ വന്നു. ഇനി പവർ ഓഫ് എ ലെൻസ് എന്നുള്ളത് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് വേണം പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. പവർ ഈസ് എ ടേം റിലേറ്റഡ് ടു ദ ഫോക്കൽ ലെന്ത് ഓഫ് എ ലെൻസ്. ഫോക്കൽ ലെന്തുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിൻ്റാണ് ടേമാണ് പവർ എന്ന് പറയുന്നത്. പവർ ഓഫ് എ ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ഫോക്കൽ ലെന്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. പവർ ഓഫ് എ ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെന്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. പവർ P = 1/F എന്നുള്ളത് നമുക്കറിയാം. യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. ഡയോപ്റ്റർ ആണ് യൂണിറ്റ് ഓഫ് പവർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ D എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്റൻസ് വൈസ് വേണം നമുക്കിതിൻ്റെ ആൻസർ എഴുതുവാനായിട്ട്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 5th question. Observe the figure. Light falling on 2 different media are shown. 2 മീഡിയയിലുള്ള ലൈറ്റ് ഫോൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതിന് തന്നെയായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതിന് തന്നെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അവ രണ്ടുപേരും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ലൈറ്റ് കടന്നു വരുന്നത് എയർ എന്ന മീഡിയത്തിൽ നിന്നാണ്. രണ്ടിനകത്തും 2 ഫിഗറിനകത്തും ലൈറ്റ് ഇൻസിഡൻറ്റ് റേ എവിടെ നിന്നാണ്? എയറിൽ നിന്നാണ് വരുന്നത്. സെക്കൻഡ് മീഡിയത്തിനകത്ത് ഡിഫറൻസ് ഉണ്ട്. രണ്ടിൻ്റെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. I എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ദെൻ റിഫ്രാക്റ്റീവ് ആംഗിൾ ഫസ്റ്റിൻ്റേത് 20 ഡിഗ്രിയാണ്, സെക്കൻഡിൻ്റേത് 30 ഡിഗ്രിയാണ്. അവിടെ നിന്ന് നമുക്ക് ക്ലൂ കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം ഇൻസിഡൻറ്റ് റേ വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ നോർമലിനോട് അടുക്കുമെന്നുള്ളത് നമുക്കറിയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ നോർമലിനോട് അടുക്കുമെന്ന് നമുക്കറിയാം. നമ്മളതിനൊരു മെമ്മറി ക്ലൂ വെച്ച് പഠിപ്പിച്ചായിരുന്നു. അതായത് മാർക്ക് കുറഞ്ഞ ഒരു കുട്ടിക്ക് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടിയാൽ പേരൻസിനോടും ടീച്ചേഴ്സിനോടും അടുക്കുമെന്നുള്ളത്. അപ്പം എയർ എന്നുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതാണ്, മീഡിയം 1 എന്നുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അതായത് റിഫ്രാക്റ്റീവ് അപവർത്തന കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് വന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് കോൺ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി ആകുമ്പോൾ അതിന് വന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അതായത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. രണ്ടിൻ്റെയും ഇൻസിഡൻറ്റ് ആംഗിൾ ഒരുപോലെയാണെങ്കിലും രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ആംഗിൾ തമ്മിൽ വ്യത്യാസമുണ്ട്. റിഫ്രാക്റ്റീവ് ആംഗിൾ തമ്മിൽ വ്യത്യാസമുള്ളപ്പോൾ
ഏതിനാണോ ലീസ്റ്റ് റിഫ്രാക്റ്റീവ് ആംഗിൾ ഉള്ളത് അതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ലീസ്റ്റ് റിഫ്രാക്റ്റീവ് ആംഗിൾ ഉള്ളതിന്, കുറഞ്ഞ അപവർത്തന കോണുള്ളതിനായിരിക്കും, റിഫ്രാക്റ്റീവ് ആംഗിൾ ഉള്ളതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ഇവിടെ മീഡിയം 1-നാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ എന്ന് പറയുന്നത് മീഡിയം 1 എന്നുള്ളതാണ്. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6th question. An object of height 3 cm is placed in front of a convex lens of focal length 20 cm at a distance of 30 cm. What is the distance to the image formed? V ആണ് ചോദിച്ചിരിക്കുന്നത്. What is the nature of the image? What is the height of the image? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 3 cm തന്നിട്ടുണ്ട്. ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിരിക്കും. F = +20 cm. യു എന്ന് പറയുന്നത് 30 cm അകലെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് എപ്പോഴും യു എപ്പോഴും മൈനസ് ആയിരിക്കും. -30 cm എന്ന് കിട്ടി. ഇനി നമുക്ക് ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. 1/F = 1/V - 1/U എന്നുള്ളതാണ് ലെൻസ് ഫോർമുല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V ആണ്. അതുകൊണ്ട് 1/V തന്നെ എടുക്കുന്നു. അപ്പം 1/V തന്നെ അവിടെ റൈറ്റ് സൈഡിൽ നിർത്തിയിട്ട് 1/F 1 - 1/Uനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ +1/U ആകും. നമ്മൾ അതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/F എന്നുള്ള 20 ആണ്, +1/U എന്നുള്ളത് -30 ആണ്. അപ്പം 1/Vയുടെ നമുക്ക് സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളതിൻ്റെ LCM എടുക്കുന്നു. LCM എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 60 എന്ന് ഡിനോമിനേറ്ററിൽ കിട്ടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 3 - 2 എന്ന് വരുന്നു. ഇപ്പം 1/60 ആണെന്ന് കിട്ടുന്നു. 1/V = 1/60 എന്ന് കിട്ടുന്നു. അപ്പോൾ V = 60 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇത് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. നമുക്ക് വിയുടെ ഇക്വേഷൻ അനുസരിച്ച് V = UF/U + F എന്നുള്ള ഇക്വേഷൻ ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അത് നമ്മൾ റിഫ്രാക്ഷൻ്റെ പ്രോബ്ലംസ് ചെയ്തിരിക്കുന്ന ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ 2 രീതിയിലും ചെയ്യാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമെന്നോ ആ രീതിയിൽ നിങ്ങളിത് ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ വിയുടെ ആൻസർ കിട്ടിയിരിക്കുന്നു. എന്തെന്നാണ് കിട്ടിയിരിക്കുന്നത്? 60 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി അതിൻ്റെ നേച്ചർ ഓഫ് ദി ഇമേജ് എന്നാണ് ചോദിച്ചത്. നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലാണ്, പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ഇമേജ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി സി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്? HI കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. HI കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് M വേണം, മാഗ്നിഫിക്കേഷൻ വേണം ആദ്യം. അപ്പം മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ V/U ആണ്. ലെൻസിനകത്ത് V/Uവും മിററിനകത്ത് -V/U ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 60/-30 = -2 എന്ന് എമ്മിൻ്റെ വാല്യൂ കിട്ടുന്നു. M HI/HO എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിനകത്തുനിന്ന് H നമ്മൾ എടുക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം M × HO എന്ന് കിട്ടുന്നു. എമ്മിൻ്റെ വാല്യൂ -2 ആണ്, HOയുടെ വാല്യൂ 3 ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ -6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. -6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജും കിട്ടി. ഹൈറ്റ് ഓഫ് ദി ഇമേജ് = -6 സെൻറ്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ എന്നാന്ന് നോക്കാം. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. റേഷ്യോ ആണ് ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും തമ്മിലുള്ള. ഇറ്റ് ഷോസ് ഹൗ മെനി ടൈംസ് ഇമേജ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനേക്കാളും എത്രമാത്രം വലുതാണെന്നുള്ളതാണ്. അതായത് ഇവിടെ -2 എന്നാണ് കിട്ടിയത്. മൈനസ് എന്നുള്ളത് അതിൻ്റെ സൈനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2 എന്നുള്ളതാകുമ്പം അത് ഇരട്ടിയാണ്, ഇരട്ടി വലുപ്പത്തിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാഗ്നിഫൈഡ് ഇമേജ് എന്നുള്ളത് പറഞ്ഞത്. ഇനി മാഗ്നിഫിക്കേഷൻ ഈസ് = HI/O ഓർ V/U ആണ്. മാഗ്നിഫിക്കേഷൻ ഈസ് എ മിയർ നമ്പർ. അതിനകത്ത് ഡയമെൻഷൻലെസ് ആണ്. ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ ഓഫ് ദ നമ്പർ ഇൻഡിക്കേറ്റ് ദ നേച്ചർ ഓഫ് ദി ഇമേജ്. ഇമേജിൻ്റെ നേച്ചറാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്, ഇത് ഇമേജ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്.
നമുക്കിവിടെ -2 എന്നാണ് മാഗ്നിഫിക്കേഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മളത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് പറഞ്ഞത്. 2 എന്ന് പറയുമ്പം 1ൽ കൂടുതലാണ്, അതുകൊണ്ടാണ് അത് മാഗ്നിഫൈഡ് ആണെന്ന് പറഞ്ഞത്. ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ദി ഇമേജ് വിൽ ബി വെർച്വൽ ആൻഡ് ഇറക്റ്റ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമുക്കിനി 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ടേബിൾ ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സർട്ടൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ആർ ഗിവൺ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. കുറച്ച് മീഡിയത്തിൻ്റെ എയർ, വാട്ടർ, കെറോസിൻ, ടർപ്പൻറ്റൈൻ, ക്രൗൺ ഗ്ലാസ്, ഡയമണ്ട്, അങ്ങനെ കുറച്ച് എണ്ണത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ടേബിൾ ദ മീഡിയം ഓഫ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പം 5th പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ളതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ്. അപ്പോൾ ഹയ്യസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹയ്യസ്റ്റ് വാല്യൂ ഉള്ളത് 2.42 ഡയമണ്ടിനാണ്. അതുകൊണ്ട് തന്നെ ഡയമണ്ടിനായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഡയമണ്ടിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർത്തിരിക്കുക. ലോവസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 1.003 എന്ന് പറഞ്ഞ് വരുന്നത് എയറിൻ്റെയാണ്. അപ്പോൾ എയറിനായിരിക്കും ഏറ്റവും ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸ m/s, വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ കെറോസിൻ. കെറോസിനകത്തുള്ളത് സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയെന്നാണ് നമ്മളിത് പഠിച്ചതാണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ എഴുതിയെടുക്കുന്നു. C = 3 × 10⁸ m/s. അത് എയറിൻ്റെ അല്ലെങ്കിൽ വാക്യൂത്തിൻ്റെയാണ്. ഇവിടെ നമുക്ക് എയറാണ് തന്നിരിക്കുന്നത്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. C/V എന്നുള്ളത്. V എന്നുള്ളത് അനദർ മീഡിയത്തിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1.44 ആണ് കെറോസിൻ്റെ എന്നുള്ളത് നമുക്കിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അപ്പം V കിട്ടാൻ വേണ്ടി V = 3 × 10⁸ / 1.44 ചെയ്യുന്നു. അപ്പം 2.0833 × 10⁸ എന്ന് കിട്ടുന്നു. അപ്പം കെറോസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് 2.08 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്നു. × 10⁸ എന്ന് കിട്ടുന്നു. ഇനി അതിൻ്റെ 3rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേഴ്സ് ദ നോർമൽ or away from the normal when it enters from air to diamond obliquely. എയറിൽ നിന്നും പ്രവേശിക്കുന്നത് എയറിൽ നിന്നും ഡയമണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞവർക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എയറിൽ നിന്നും ഡയമണ്ടിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് റേ നോർമലിനോട് അടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർമലിനോട് അടുക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഡീവിയേറ്റ് ടുവേഴ്സ് ദ നോർമലാണ്. ഡീവിയേറ്റ് ടുവേഴ്സ് ദ നോർമലാണ്. അത് നമ്മൾ പറഞ്ഞതാണ്. എയറിനാണ് അപവർത്തനാങ്കം കുറവ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും എയറിന് തന്നെയാണ്. എയർ കുറഞ്ഞതിൽ നിന്നും ഡയമണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നോർമലിനോട് അടുക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി D ക്വസ്റ്റ്യൻ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. വാട്ട് ഡു യു മെൻ ബൈ ദിസ്? കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഡയമണ്ടിലൂടെയുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് 2.42 മടങ്ങ് വേഗതയിൽ വായുവിലൂടെ പ്രകാശം സഞ്ചരിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗത്തിൻ്റെ 2.42 മടങ്ങ് വേഗതയിൽ വായുവിലൂടെ പ്രകാശം സഞ്ചരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡയമണ്ടിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ 2.42 ടൈംസ് സ്പീഡിൽ വായുവിലൂടെ ലൈറ്റ് റേ പ്രവേശിക്കുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് ν റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമണ്ട് 2.42 ആണെന്ന് നമുക്കറിയാം. ν = C/V എന്നുള്ളത് നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെയാണ്.
അതിനകത്ത് സി കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂ ഇൻറ്റു വി ചെയ്താൽ മതി. അത് പറയുന്നത് 2.42 ആണ്. ഇപ്പം ന്യൂ ഈസിക്കൽ ടു സി ബൈ ന്യൂ എന്ന് വി ഈസിക്കൽ ടു സി ബൈ ന്യൂ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. 3 × 10⁸ ഡിവൈഡ് ബൈ 2.42 എന്ന് എടുത്തു കഴിയുമ്പോൾ 1.2396 × 10⁸ എന്ന് വരും. അതായത് 1.24 × 10⁸ m/s എന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമണ്ടിൻ്റെ തന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ നമുക്കറിയാവുന്നതാണ്. 3 × 10⁸ m/s ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അത് രണ്ടും കൂടെ നമ്മൾ സി ബൈ ന്യൂ എന്നുള്ള ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1.24 × 10⁸ m/s എന്ന വാല്യൂ നമുക്ക് കിട്ടും. ഇതുപോലെയാണ് ഇതിനകത്ത് ലേറ്റസ്റ്റ് എസ്എസ്സിലെ പ്രോബ്ലംസ് എല്ലാം നോക്കി. ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ളൂ നിങ്ങൾ ടെസ്റ്റിലുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസും കൂടിയാണ് പറയുന്നത്. ടിംഗ്ലിംഗ് സ്റ്റാർസ് എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? ലൈറ്റ് കമ്മിങ് ഫ്രം ഡിസ്റ്റൻറ്റ് സ്റ്റാർസ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയർ. അതായത് വായുവിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാറാകുമ്പോഴത്തേനും ഒത്തിരിയേറെ ലെയറുകൾ കടന്നാണ് ഈ ലൈറ്റ് സ്റ്റാർസിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത്. ഈച്ച് ലെയർ ഡിഫേഴ്സ് ഫ്രം അതർ ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓരോ ലെയറിനകത്തും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്കകത്ത് ഡിഫറൻസ് കാണും. ഹെൻസ് ലൈറ്റ് അണ്ടർഗോ സക്സസീവ് റിഫ്രാക്ഷൻ. ദാറ്റ് ഈസ് എ മെയിൻ പോയിന്റ്. ലൈറ്റ് അണ്ടർഗോ സക്സസീവ് റിഫ്രാക്ഷൻ ഏതിനകത്ത് സ്റ്റാർസിൻ്റെ കേസിൽ. സിൻസ് സ്റ്റാർസ് അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദേ അപ്പിയർ ലൈക്ക് എ പോയിൻ്റ് സോഴ്സ്. സ്റ്റാർസ് ഒത്തിരി ദൂരെയാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിൻ്റ് സോഴ്സ് ആയിട്ടാണ് സ്റ്റാർസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ റേ ഓഫ് ലൈറ്റ് അപ്പിയർ ടു കം ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ റീച്ചിങ് ദ ഐ ആഫ്റ്റർ റിഫ്രാക്ഷൻ. ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ നിന്നും പല പ്രാവശ്യത്തിലുള്ള സക്സസീവ് റിഫ്രാക്ഷന് ശേഷം അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒത്തിരി റിഫ്രാക്ഷന് ശേഷമാണ് നമുക്ക് നമ്മുടെ കണ്ണിൽ എത്തിച്ചേരുന്നത്. ദിസ് ഈസ് ദ റീസൺ ഫോർ ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ്. ലൈറ്റ് കമ്മിങ് ഫ്രം ഡിസ്റ്റൻറ്റ് സ്റ്റാർസ് passes through different layers of air. Each layer differs from the other in their optical densities. Hence, light undergoes successive refraction. Since stars at a greater distance, they appear like a point source. The rays of light appear to come from different points on reaching the eye after refraction. This is the reason for twinkling of stars. Some common phenomena of refraction. Bending of pencil when placed in a glass with water. When a pencil or stick is kept in a beaker or a glass filled with water, the stick appears slightly bent ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. This happens because the light entering from air റെയറർ മീഡിയമാണ് ഇൻറ്റു വാട്ടർ എന്നുള്ള ഡെൻസർ മീഡിയമാണ്. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയവും ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടിയ മീഡിയവും. bends towards the normal to the incident which makes the appearance of pencil or stick as bent. നമ്മളൊരു ഗ്ലാസ്സിലിട്ട് പെൻസിലിൻ്റെയോ സ്റ്റിക്കിൻ്റെയോ ഒക്കെ അല്ലെങ്കിൽ സ്കെയിലിൻ്റെയോ ഒക്കെ പരീക്ഷണം നമ്മൾ നടത്തിയതാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം റിഫ്രാക്ഷനാണ്. 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ എഴുതുക. 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ ഇതേപടി തന്നെ എഴുതേണ്ടതാണ്. Position of fish in the water of pond. The ray coming from fish in the pond bends away from the normal to the incident. We see the emergent ray which makes the appearance of fish slightly above the position. റിഫ്രാക്ഷൻ മൂലം തന്നെയാണ് അതിൻ്റെ പൊസിഷൻ അല്പം ഉയർന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമുക്ക് ഫിഷിനെ യഥാർത്ഥ പ്ലേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത്. ഫോർമേഷൻ ഓഫ് റെയിൻബോ ഈസ് ഫോംഡ് ജസ്റ്റ് ആഫ്റ്റർ ദി റെയിൻ. When ray of light travels from droplets of rain, it is scattered into its constituent 7 colors and forms a rainbow in the sky. ഇതും റിഫ്രാക്ഷൻ മൂലമാണ്. സ്കാറ്ററിംഗ് ആണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഫിനോമിന എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ സ്കാറ്ററിങ് മൂലമാണ്. എന്നാലും നമുക്ക് എന്തെന്ന് പറയാം, റിഫ്രാക്ഷനാണ് ദ ഫോർമേഷൻ ഓഫ് റെയിൻബോയ്ക്ക് റീസൺ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിസിബിലിറ്റി ഓഫ് സൺ സ്ലൈറ്റ്ലി ബിഫോർ ദ ടൈം ഓഫ് സൺറൈസ്. When the rays coming from the sun enter into atmosphere എന്ന് പറഞ്ഞാൽ denser medium than vacuum,
വാക്യത്തെക്കാളും ഡെൻസർ മീഡിയമാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ദേ ബെൻഡ് എവേ ഫ്രം നോർമൽ ടു ദ ഇൻസിഡൻസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ മൂലം അത് ബെൻഡ് ചെയ്യുന്നു. സിൻസ് വി സീ ദ റിഫ്രാക്റ്റഡ് റേസ് കമ്മിങ് ഫ്രം ദ സണ്ണിൽ നിന്നും റിഫ്രാക്റ്റഡ് റേസ് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ദാറ്റ്സ് വൈ ദ സൺ ബിക്കംസ് വിസിബിൾ സ്ലൈറ്റ്ലി എഹെഡ് ഓഫ് ദി ടൈം ഓഫ് സൺറൈസ്. When the rays coming from the sun enter into atmosphere, they bend away from the normal to the incidence because of refraction. Refraction ആണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് ഓർത്തിരിക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഇത് എഴുതുക. Thank you so much for watching the class. If you like the class or beneficial for this class, please like, share, comment. And also subscribe if you do not subscribe my channel Knowledge World RJ. Once more, thank you so much from Knowledge World RJ. God bless you.